ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്നത് പഴയിടത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നു. സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ചില ആളുകൾ ശ്രമിച്ചു. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കലോത്സവത്തിന്റെ ഭക്ഷണവേദിയെ ഉപയോഗപ്പെടുത്തി. അത് ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്നേ വരെ ഇല്ലാത്തൊരു വിവാദം കേരളത്തിൽ അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കുകയായിരുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഈ ഭക്ഷണ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ജാതീയമായി ആക്ഷേപിച്ച് ഇന്നേ വരെ പഴയിടത്തിന് അങ്ങനെ ഒരു പരാതി കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഭരിക്കുന്ന കക്ഷിയിലെ നേതാക്കന്മാർ തന്നെ അവരുടെ വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. സത്യത്തിൽ സ്കൂൾ ഭക്ഷണത്തിൽ, സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഭരിക്കുന്ന കക്ഷി തന്നെ. ഇതിൻ്റെ പിന്നിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത ഇളക്കിവിടാനാണ് ശ്രമിച്ചത്. അതിന് രാഷ്ട്രീയ നേതാക്കന്മാരും വിദ്യാഭ്യാസ മന്ത്രി അടക്കം അതിന് ഒത്താശ ചെയ്തു കൊടുത്തു.